താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ശക്തമാക്കി സിബിഐ സംഘവും കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥരും ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുണ്ട്. താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലാണ് പരിശോധന നടത്തിയത്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ ഈ സിബിഐ സംഘവും കേന്ദ്ര സംഘവും എത്തിയാണ് അത്തരത്തിൽ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ പരിശോധന, ശാസ്ത്രീയ പരിശോധനയടക്കം നടത്തിയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമുക്കറിയാം, ഏറെ വിവാദമുണ്ടായ ഒരു സംഭവമായിരുന്നു. കേരള പോലീസിനെ തന്നെ മുൾമുനയിൽ നടത്തിയ ഒരു സംഭവമായിരുന്നു താനൂർ കസ്റ്റഡി കൊലപാതകം. ഈ താമ്രദത്തയ്ക്ക് താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു എന്നായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ, ഈ പോലീസ് ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ സിബിഐയും കേന്ദ്ര ഏജൻസികളടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും പറയുന്നത് കേസിലെ സാക്ഷികളെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിവൈഎസ്പി കുമാർ റോണയ്ക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചുമതല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കേസിലെ ദൃക്സാക്ഷികളായിട്ടുള്ള ചേളാരി സ്വദേശി മൻസൂർ ഇബ്രാഹിം, തിരൂരങ്ങാടി സ്വദേശിയായിട്ടുള്ള KT മുഹമ്മദ്, താനൂർ സ്വദേശിയായിട്ടുള്ള ജാബിർ, ഫൈസൽ എന്നിവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഈ ആറുമലയിലെ വാടക മുറിയിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിലും താനൂർ പോലീസ് സ്റ്റേഷനിലും എത്തിയിട്ടാണ് ഇത്തരത്തിൽ താനൂർ ദത്തയ്ക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമയത്തെല്ലാം തന്നെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ദൃക്സാക്ഷികളായിട്ടുള്ള യുവാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും യുവാക്കളുടെ മൊഴിയിലുമായിരുന്നു പ്രധാനമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വഴിത്തിരിവുണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നമുക്കറിയാം സിബിഐയും അതുപോലെ തന്നെ CFSലും കൂടിയിട്ടുള്ള സംഘം ഇത്തരത്തിൽ ഇവിടെ എത്തി താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിരിക്കുന്നത്. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.